കർഷക നേതാക്കളുമായി കൈകോർത്ത് CJP. കർഷക നേതാവ് രാകേഷ് ടിക്കായത്തുമായി CJP വക്താക്കൾ വേദി പങ്കിട്ടു. ദില്ലിയിൽ നടന്ന കർഷക കൺവെൻഷനിലാണ് CJP പ്രതിനിധികൾ ടിക്കായത്തിനോടും മറ്റു കർഷക നേതാക്കളോടുമൊപ്പം വേദി പങ്കുവച്ചത്. യുവാക്കളും കർഷകരും ചേർന്ന് സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും വളയുമെന്ന് അശുതോഷ് റാങ്കെ പറഞ്ഞു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, CJPയുടെ പ്രക്ഷോഭത്തിന് ടിക്കായത്തിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ കർഷക വേദിയിലേക്ക് CJP എത്തുകയാണ്. നമുക്കറിയാവുന്നതാണ്, CJPക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പലതും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്ന സാഹചര്യമുണ്ട്. വേണ്ടി വന്നാൽ വീണ്ടും സമാധാനപരമായ ഒരു സമരത്തിന് തുടക്കം കുറിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ CJP വ്യക്തമാക്കുകയും ചെയ്തു. കർഷകരും CJP പ്രവർത്തകരും ഒരുമിച്ച് ഒരു വേദിയിൽ വരുന്നത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായും CJPയും കർഷകരും ഒരു വേദിയിൽ എത്തുന്നത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ ജന്തർ മന്ദിറിൽ അഭിജിത് ദീപ്കെ അടക്കം നടത്തിയ സമരത്തിലേക്ക് രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള ആളുകൾ പിന്തുണയായി എത്തിയിരുന്നു. അത് മാത്രമല്ല, കർഷകരുടെ പല റാലികൾ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ഇടങ്ങളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റാലികളിലൊക്കെ ഇനിയിപ്പോൾ ഒരുപക്ഷെ CJP പ്രതിനിധികളും കൂടി പങ്കെടുത്തുകൊണ്ട് കർഷകരും CJPയും ഒക്കെ ഒരുമിച്ച് നീങ്ങാൻ, കേന്ദ്ര സർക്കാരിനെ നീങ്ങാനാണ് തീരുമാനം എങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കർഷകരും ഒപ്പം യുവാക്കളും ഒക്കെ സർക്കാരിനെ എല്ലാ വശത്തുനിന്നും വളയണം എന്നാണ് ഇതിൽ അശുതോഷ് റാങ്കെ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ പല വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ഈ ചർച്ച ഒത്തുതീർപ്പാക്കിയതിന് പിന്നാലെ ഇവർ CJPക്ക് നൽകിയതോ അതിൽ കേസുകൾ പിൻവലിക്കുകയോ അതോടൊപ്പം തന്നെ മറ്റു നടപടി ഉണ്ടാകില്ല. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം കേന്ദ്ര സർക്കാർ വരുത്തി കഴിഞ്ഞാൽ പക്ഷേ അടുത്ത സമരത്തിലേക്ക് പോകുമ്പോൾ കർഷകർ കൂടിയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടായിരിക്കും CJP ഒരേ പ്രതിഷേധത്തിലേക്ക് പോകും. ഒരു വശത്ത് കർഷകരും ഒപ്പം യുവാക്കളും ഒക്കെ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെ അണിനിരന്ന് കഴിഞ്ഞാൽ വലിയ പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണ്ട് നമുക്കറിയാം, കർഷക സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുകിടക്കിയ സാഹചര്യമുണ്ട്. അതിനുശേഷം യുവാക്കളുടെ കഴിഞ്ഞ ദിവസത്തെ സമരത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയ ബലമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനപ്പെട്ട രാജ്യത്തെ രണ്ട് വിഭാഗങ്ങളാണ്, ഒന്ന് കർഷകരും മറ്റൊന്ന് യുവാക്കളും എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ രണ്ട് വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രതിഷേധത്തിലേക്ക് ഇനിയിപ്പോൾ CJP കടക്കുമെന്ന് നടക്കുന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. ആണെങ്കിലും അശുതോഷ് റാങ്കെ അടക്കമുള്ള ആളുകൾ കർഷക വേദിയിൽ എത്തിയതോടെ കർഷകരും ഒപ്പം യുവാക്കളും ഒക്കെ ഒരുമിച്ച് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് പോകാവുന്നതിന്റെ സന്ദേശവും സൂചനയൊക്കെ നൽകുന്നതാണ്. അതും കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പായി തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. മാധു, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. കർഷക സമ്മേളനത്തിൽ വേദി പങ്കുവെച്ച് CJP നേതാക്കളും.